ഇനിയിപ്പോ ഞാനത് ആഗ്രഹിച്ചാലും അതിനൊന്നും നിന്നിരുന്ന ഒരു സാധാരണ പെണ്ണൊന്നും ആയിരുന്നില്ല അഞ്ജലി. അഞ്ജലിക്കെന്നും അഞ്ജലിയുടേതായ തീരുമാനങ്ങളുണ്ടായിരുന്നു, നിലപാടുകളുണ്ടായിരുന്നു, കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. എല്ലാത്തിനും ഉപരി വീട്ടുകാരെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സുണ്ടായിരുന്നു അഞ്ജലിക്ക്. അഞ്ജലി നടത്തുന്ന പത്മയുടെ കേസ് ഒന്ന് സെറ്റിലായ ശേഷം വീട്ടുകാരെയും കൂട്ടി വന്ന് അഞ്ജലിയെ പെണ്ണ് ചോദിക്കാനായിരുന്നു എന്റെ തീരുമാനം. അതുവരെ അവളുടെ മനസ്സ് ഒരു രീതിയിലും പത്മയുടെ കേസിൽ നിന്ന് മാറിപ്പോരുതെന്ന് ഞാൻ കരുതി. അതുകൊണ്ടാ അമ്മയും അച്ഛനും അന്ന് ആ പ്രപ്പോസൽ എന്നോട് പറഞ്ഞപ്പോ ഞാൻ അന്ന് ഒഴിഞ്ഞു മാറിയത്. പക്ഷേ അതിനിടെ തന്നെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലത് സംഭവിച്ചു. പത്മയെ തേങ്ങാപട്ടണത്തേക്ക് കൊണ്ടുപോകാനായി അഞ്ജലി ഞാൻ ശ്രമിച്ച ദിവസം ചില ഗുണ്ടകൾ വന്നെല്ലാം തകർക്കായിരുന്നു. നിങ്ങൾ ഇവിടെ വന്നിരിക്കണോ? എന്താ ഇങ്ങനെ ചുറ്റും നോക്കി പരുങ്ങുന്നേ? കായംകുളത്ത് നിന്ന് ശശാങ്കൻ പറഞ്ഞിട്ട് വന്ന കപ്പിൾസ് അല്ലേ നിങ്ങള്, അല്ലേ? ഈ വിവാഹം അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയതാ. ഒന്നും മനഃപൂർവ്വം ആയിരുന്നില്ല. ഇപ്പോ ഇതറിഞ്ഞതിന് ശേഷവും നിങ്ങൾ രണ്ടുപേരും ഞങ്ങളോട് ക്ഷമിക്കണം. ശപിക്കരുത് പ്ലീസ്. കഥയൊക്കെ ഗംഭീരമായിട്ടുണ്ട്. പാട്ടും റൊമാൻസും ഫൈറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ ആ ഗുണ്ടകൾ ഓടിച്ചിട്ട് കെട്ടിച്ചെന്ന് പറഞ്ഞില്ലേ, അതല്പം പുളിക്കും. എടാ, ഇത് ഏത് സിനിമയെന്ന് കോപ്പി അടിച്ചത് മോനെ? അതോ അത് ഈ വക്കീല് കൊച്ചിന്റെ ബുദ്ധിയിൽ വിരിഞ്ഞതോ? പിന്നെ സിനിമയാക്കിയാലേ 100 കോടി ക്ലബിൽ കയറുമെന്ന് ഉറപ്പാ. ഇന്നേരം മതി, നിർത്ത്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. അവന് പറയാനുള്ളത് അവൻ പറഞ്ഞു, അത്ര തന്നെ. അമ്മ, രാജീവ് പറഞ്ഞതൊക്കെ സത്യ. അമ്മ ഞങ്ങളെ വിശ്വസിക്കണം. മതി, കൂടുതലൊന്നും കേക്കണ്ട. ഞങ്ങള് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അടുത്തത് എന്തെന്നാണ് ആലോചിക്കേണ്ടത്. അറിയാതെയാണെങ്കിലും എന്റെ മകൾ ഒരു തെറ്റ് ചെയ്തു. അതിനുള്ള ശിക്ഷ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അനുഭവിക്കുകയും ചെയ്തു. അച്ഛനെയും കൂടി ചേർത്ത് ഞാൻ പറയുക, നിങ്ങൾക്ക് പോവാം. ഈ വീട്ടിൽ ഇടവില്ല രണ്ടാൾക്കും.
കല്യാണം കഴിഞ്ഞാ പിന്നെ പെണ്ണ് കഴിയേണ്ടത് അവളെ കല്യാണം കഴിച്ച വീട്ടിലാ. അതുകൊണ്ട് അഞ്ജലി രാജീവിനോടൊപ്പം അയാളുടെ വീട്ടിലാണ് പോകേണ്ടത്, ഇവിടെ താമസിക്കലല്ല. അമ്മേ, ഞാൻ അതമ്മേ, എനിക്ക് എല്ലാം ഒന്ന് ശരിയാക്കാൻ കുറച്ച് സാവകാശം വേണമായിരുന്നു. എന്നുവെച്ചാ എന്റെ വീട്ടുകാർക്കും അറിയില്ല ഈ ബന്ധവും വിവാഹവും ഒന്നും. എനിക്ക് അവരെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്തെടുക്കാൻ ഒരല്പം സാവകാശം വേണമായിരുന്നു. അതുകൊണ്ട് അത് നിന്റെ പ്രശ്നമാണ്, നിന്റെ മാത്രം പ്രശ്നം. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് പോവാം. അമ്മേ, അമ്മേ, അമ്മേ. ആ അതാണ് ശ്യാമള പറഞ്ഞതാണ് കറക്റ്റ് പോയിന്റ്. ആ ആ എന്നാ പിന്നെ പെട്ടെന്നാവട്ടെ. പോവാൻ രണ്ടുപേർക്കും പോ. അമ്മേ, ടി, നീ ഒന്നും മിണ്ടായിരടി. കൊറേ നേരെ കമ്മേ കമ്മേ കമ്മേന്ന് വിളിച്ച്. അച്ഛാ പ്ലീസ്, നിങ്ങളൊക്കെ വിട്ട് ഞാനെങ്ങനെയാ? ശ്യാമള പറഞ്ഞില്ലേ, അതിനി ഒരു മാറ്റമില്ല. ഭാര്യയുടെ സ്ഥാനം ഭർത്താവിന്റെ വീട്. ഇപ്പൊ നീ എന്റെ മകൾ മാത്രല്ല, മറ്റൊരാളുടെ ഭാര്യ കൂടിയാ. ഒരച്ഛൻ മകളെക്കാളും എല്ലാം പരസ്പരം പറയുന്ന കൂട്ടുകാരായിരുന്നില്ലേ നമ്മൾ? ഒരു രഹസ്യവും പരസ്പരം സൂക്ഷിക്കാത്ത കൂട്ടുകാരും. ആ നിയമം നീ തെറ്റിച്ചു. കോടതിയിൽ മാത്രല്ല, വീട്ടിലുണ്ട് ചില നിയമങ്ങൾ. അവിടെ നിയമം തെറ്റിക്കുന്നവര് ശിക്ഷ അനുഭവിക്കണം, അനുഭവിച്ചേ പറ്റൂ. അച്ഛാ, അയ്യോ. അച്ഛാ, പിന്നല്ല. എന്താണ് ഇവിടെ കാഴ്ച കാണാൻ? കേറി പൊടിയത്ത്. അഞ്ജലി, വാ. കേറ്.
ഹലോ അമ്മായി, എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടോ അവിടെ? എടി പെണ്ണെ, നീ പറഞ്ഞത് കറക്റ്റാ. ആ ചെറുക്കൻ ഇവിടെ വന്നിരുന്നു, രാജീവേ. രാജീവോ? അല്ല, അമ്മായി ആരുടെ കാര്യമായി പറയുന്നത്? എടി, ആ അഞ്ജലിയുടെ കള്ളമാപ്പിള ഇല്ലേ രാജീവ്? ആ കറുത്ത ജീപ്പിൽ വരുന്ന വെളുത്ത പയ്യനുണ്ടല്ലോ, അവൻ തന്നെ. അവൻ ഇവിടെ വന്നിരുന്നു. ഓ, അപ്പൊ ആശാൻ കള്ളപ്പേരിലാണ് അഞ്ജലിയുടെ പ്രേമം പിടിച്ച് പറ്റിയിരിക്കുന്നത്. രാഘവനുണ്ണിയുടെ മകനാണെന്ന് അറിയാതിരിക്കാനുള്ള സൂത്രപ്പണിയായിരിക്കും. എടി പെണ്ണെ, നീ കേൾക്കുന്നുണ്ടോ? ആ, ആ, അമ്മായി, അമ്മായി പറ. നീ നേരത്തെ ചോദിച്ചില്ലേ ഇവിടെ അഞ്ജലിയുടെ രക്ഷകന്മാരാരെങ്കിലും വന്നിട്ടുണ്ടോന്ന്? അതാ ഞാൻ പറഞ്ഞേ, അവളെ രക്ഷിക്കാൻ ആ ചെറുക്കൻ വന്നിരുന്നു. രക്ഷിക്കാനോ എന്ന് പറഞ്ഞ? എന്ന് പറഞ്ഞ അവൻ വന്ന പാടെ കുറെ കഥയൊക്കെ പറഞ്ഞ് പ്രശ്നം അങ്ങ് സോൾവ് ആക്കി തടി ഊരാൻ നോക്കി. ശ്യാമളെ ആരാ മോള്? ശ്യാമള രണ്ടാട്ടങ്ങ് വെച്ചു കൊടുത്തു. ഒടുക്കന്തേ അവൻ അവളെയും വിളിച്ചോണ്ട് സ്ഥലം വിട്ടു. പോയ വഴിക്ക് ഒരു പുല്ല് പോലും കിളിക്കൂലെന്ന് ഉറപ്പാ. ആണോ? അത് കൊള്ളാലോ. ആ ആട്ടെ, അവൻ എന്ത് കഥയാ അവിടെ വന്ന് പറഞ്ഞത്? അമ്മായി അതൊന്ന് പറ. ഷോ, അതല്ലേ ബഹുരസം. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ അടി പിടി കലിപ്പ് സീനിലായിരുന്നു അവരുടെ കല്യാണം. കേക്കാൻ നല്ല രസാ. അപ്പൊ അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ് വശം അല്ലേ? അതെന്നേ. ഏതായാലും നീ ഉദ്ദേശിച്ചതുപോലെ അഞ്ജലി പടിക്ക് പുറത്തായി. ഇനി നിനക്ക് നിന്റെ അച്ഛന്റെ മുന്നിൽ ഞെളിഞ്ഞു വന്ന് നിന്ന് 2 ഡയലോഗ് അടിക്കാം. ആദ്യം ഇന്നിരിക്കൊന്ന് കേക്കണം, സത്യം. അതൊക്കെ നമുക്ക് ആലോചിക്കാം. ആ അമ്മായി, ഈ അഞ്ജലിയും വിളിച്ചോണ്ട് അവളുടെ ഭർത്താവ് പോയി അമ്മായി പറഞ്ഞു. ഇങ്ങോട്ടാ പോയതെന്ന് വല്ല വിവരമുണ്ടോ? ഓ, അതൊന്നും ആർക്കും അറിയില്ല. ഈ അഞ്ജലിയും വിളിച്ചോണ്ട് അവളുടെ ഭർത്താവ് പോയി അമ്മായി പറഞ്ഞു. ഇങ്ങോട്ടാ പോയതെന്ന് വല്ല വിവരമുണ്ടോ? ഓ, അതൊന്നും ആർക്കും അറിയില്ല. ഏതായാലും അവള് പായി തലോണി എടുത്തോണ്ട് ഇവിടുന്ന് പുറപ്പെട്ടു പോയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അയ്യോ ഈശ്വര, സംസാരിച്ചെന്ന് സമയം പോയത് അറിഞ്ഞില്ല. 8 മണിക്കുള്ള പുഷ്പരാജ് ബസ് പോയോ എന്തോ. ഞാൻ പിന്നെ വിളിച്ചോളാം, നീ ഫോൺ വെച്ചോ. അപ്പൊ അഞ്ജലി പായും തലയണയും എടുത്തോണ്ട് പുറപ്പെട്ട് കഴിഞ്ഞു. ഇനി അവിടെ നിന്നും ചുരുട്ടിയ പായ ഇവിടെ ഈ ശംഖുചക്രത്തിൽ കൊണ്ട് വിരിക്കാനായിരിക്കും ഭാര്യയും ഭർത്താവിന്റെയും പുറപ്പാട്. അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെയും മടയിലോട്ട് അഞ്ജലിയും വിളിച്ചോണ്ട് അർജുൻ കയറി വന്ന ഈ അനുപമയുടെ ജീവിതം പ്രശ്നമാവും. അപ്പൊ പിന്നെ ഇനി എന്താ ഒരു വഴി?
താൻ ഇന്നലെ രാത്രി മുതൽ ഒന്നും കഴിക്കാതിരിക്കല്ലേ? നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ആ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇന്നലെ രാത്രി മുഴുവൻ താൻ മഴ നനയല്ലേ? പോരാ തന്നെ ജലപാന പോലും കഴിച്ചിട്ടില്ല. ആദ്യം താൻ എന്തെങ്കിലും ഒന്ന് കഴിക്കാം. ലൈറ്റായിട്ട് മതി. ബാക്കി നമുക്ക് പിന്നീട് ആലോചിക്കാം. വാ ഇറങ്ങാം. ചേച്ചി 2 ചായ. കഴിക്കാൻ എന്തെങ്കിലും എടുക്കണേ? എടോ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതേക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് അടുത്തത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വേണം ആലോചിക്കാൻ. സത്യം പറഞ്ഞ നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോ തന്നെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകുന്ന ആലോചിക്കുമ്പോഴാ എനിക്കൊരു ടെൻഷൻ. അതെന്തിനാ ഇപ്പൊ ഒരു ടെൻഷൻ? അതിനുള്ള ഉത്തരം എന്റെ അമ്മ തന്നെ പറഞ്ഞു തന്നില്ലേ? അല്ല, അത് പിന്നെ അഞ്ജലി പെട്ടെന്ന് തന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാ പോയാലെന്താ? കല്യാണം കഴിഞ്ഞാൽ ഭാര്യ താമസിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാ. അപ്പൊ പിന്നെ നമ്മൾ ഇനി കൂടുതലൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? എടോ, അത് ശരിയാണ്. പക്ഷേ എന്ത് പക്ഷേ? അല്ല, അത് പിന്നെ അഞ്ജലി പെട്ടെന്ന് തന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാ പോയാലെന്താ? കല്യാണം കഴിഞ്ഞാൽ ഭാര്യ താമസിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാ. അപ്പൊ പിന്നെ നമ്മൾ ഇനി കൂടുതലൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? എടോ, അത് ശരിയാണ്. പക്ഷേ എന്ത് പക്ഷേ? എനിക്ക് എന്റെ വീട്ടുകാരെയൊക്കെ ഒന്ന് പേഴ്സണലായി ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാൻ ഒരു അല്പം കൂടി സാവകാശം വേണമായിരുന്നു. ഇത്രയും നാള് രാജീവ് അതിനുവേണ്ടി തന്നെയല്ലേ കാത്തിരുന്നത്? ഞാനും അങ്ങനെ തന്നെയാ വിശ്വസിച്ചിരുന്നത്. എന്നിട്ട് പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് ഇനിയൊരു കാത്തിരിപ്പിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വരുന്നതൊന്നിച്ച് നേരിടുക, അത്ര തന്നെ. ഒരു തരത്തിൽ പറഞ്ഞ രാജീവ് പറഞ്ഞതന്നെ ശരി. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതേക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. വി ഹാവ് ടു ഫേസ് ദി കോൺസിക്വൻസസ്. നമുക്ക് രാജീവിന്റെ വീട്ടിലോട്ട് തന്നെ പോവാം. അതേ ഉള്ളു മാർഗം. ബാ പോവാം. തന്റെ ഈ താലി വീട്ടുകാർ കണ്ടതാ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. തനിക്ക് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. രാജീവ് എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നേ? ഈ താലിമാല എന്റെ വീട്ടുകാർ കണ്ടാലുണ്ടാകുന്ന കോൺസിക്വൻസ് അറിയാത്തൊരു പൊട്ടിപ്പെണ്ണാണ് ഞാനെന്ന് രാജീവ് കരുതുന്നുണ്ടോ? എടോ, അത് രാജീവ് നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ പത്മ കേസ് ഉൾപ്പെടെ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങിയ ശേഷം എല്ലാം ഞാനായിട്ട് തന്നെ അച്ഛന്റെ മുന്നിൽ അവതരിപ്പിക്കണമെന്നും വീട്ടുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കണമെന്നും തന്നെ ഞാനും കരുതിയേ. പക്ഷെ എന്റെ ചേച്ചി അവള് വന്ന് എല്ലാം കൊളവാക്കി. അത് ഞാൻ പ്രതീക്ഷിക്കാതിരുന്നതാ. ആര്യേച്ചല്ല, അതെന്റെ കസിന്. എനിക്കൊരു സ്വന്തം ചേച്ചി കൂടിയുണ്ട്. പേര് അനുപമ എന്ന. അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ മരുമകൾ അനുപമ അഭിലാഷ്. ഞങ്ങളുടെ വീടും വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് സ്വന്തം നേട്ടങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് ഒരു ചെറുപ്പക്കാരനൊപ്പം ഇറങ്ങിപ്പോയ എന്റെ സ്വന്തം സഹോദരി അനുപമ. അവളാ എല്ലാം കൊളവാക്കിയത്. ഈശ്വര, അപ്പൊ അനുപമേടത്തിയുടെ അനിയത്തിയാണോ അഡ്വക്കേറ്റ് അഞ്ജലി? അതറിഞ്ഞില്ലല്ലോ ഇതുവരെ.
എനിക്ക് തോന്നുന്നത് ഇന്നലത്തെ ആ പെരുമഴയത്തെ അഞ്ജലിയുടെ തലയിൽ കൂടി ആ മരം മറിഞ്ഞു വീണിരുന്നുവെങ്കിലും അവൾ ചത്താലും ജീവിച്ചാലും ഒരേ ഇരിപ്പ്. അഞ്ജലി ഈ നടപ്പടി കയറി അകത്തേക്ക് വരരുത്. അതിനാദ്യം വേണ്ടത് അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്ന അർജുനെ ഇല്ലാതാക്കല. വെറും ഇല്ലാതാക്കലല്ല, മരണം തന്നെ.